ആ എന്നാ കുനിഞ്ഞാച്ചാ അതായത് കാണാൻ പറ്റും. അല്ല ഹെഡ്സെറ്റ് എന്നാ അച്ഛാ എന്നാ ഇതൊന്ന് വെച്ചാ ചെവിയില് റൈറ്റ് കസേരന്ന് മാറിട്ട് അച്ഛനെ അവിടെ എടുത്തടാ. അച്ഛനോട് ചോദിക്കാനുള്ള ചോദ്യമൊക്കെ മേടിച്ചു വെച്ചോട്ടെ. അതിന്റെ ഈ ആവശ്യമില്ലാത്ത ചാറ്റി പറയില്ല. ഇച്ചിരി കളിപ്പാണ് കേട്ടോ, ഇച്ചിരി കളിപ്പാണ് അച്ഛൻ. അച്ഛൻ കളിപ്പ അവിടെ വന്നിരിക്കണ്ട, ഞാൻ പൂക്കി വെക്കാലോ. കുഞ്ഞിപ്പിക്കല്ലേ അവിടെ പോയി ഇപ്പൊ ഒരു കസേര എടുക്കാൻ പോയതാ. അമ്മേനെ കൊണ്ട് വിളിക്കായിരുന്നല്ലോടാ. അമ്മ ഭയങ്കര ശരിയാണ്. അമ്മേനെ വിളിക്കണ്ട, അമ്മ ആശുപത്രിയിലൊക്കെ നിൽക്കുന്നല്ലേ. കണ്ണാപ്പിയുടെ അമ്മയല്ലേന്ന് വെച്ചത് പ്രശ്നമാവും. ചെവി വെച്ചോ. അച്ഛനെ കാണുന്നില്ലല്ലോ അവിടെ. ഇങ്ങോട്ട് നീങ്ങി തിരിച്ചോടാ. നിന്നെ കാണേണ്ട ആവശ്യമില്ല, നീ ക്യാമറ അങ്ങോട്ട് തിരിച്ചു. അച്ഛ കണ്ണാപ്പി എന്താ മേടിച്ചു തന്നൂന്നൊക്കെ കേട്ടല്ലോ. കണ്ണാപ്പി എന്താ മേടിച്ചു തന്നൂന്നൊക്കെ കേട്ടു. എന്താടാ മേടിച്ചെന്നാ? ഇവ എന്തെങ്കിലും മേടിച്ചാന്ന് വെച്ചാ പോയി. നീ എന്തെങ്കിലും മേടിച്ച? നീ ചോദിച്ചെന്റെ ഒന്നും വാങ്ങില്ലേടാ. അച്ഛി എന്റെ സ്നേഹം എന്തേലും മേടിച്ചു. നിന്റെ സ്നേഹം നിന്റെ മനസ്സിലേ ഉള്ളൂ, നിനക്ക് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അച്ഛൻ നമുക്ക് പൈസ ഇല്ലാത്തോണ്ടല്ലേ അച്ഛാ. നീ മിണ്ടരുത് കേട്ടോ, നീ കള്ളനാ. നീ പൈസ ഇല്ലാന്ന് പറയുന്ന ഏക ഒരു വ്യക്തി ഈ കളിക്കുന്നതിൽ നീയാ. ഇവിടെ നമ്മുടെ ലൈവ് ആണെന്നവർക്ക് അച്ഛനോട് കുറച്ച് എടാ നീ വന്നപ്പോ എനിക്കൊരു കൂതറ സാധനം കൊണ്ടല്ലേടാ നീ ഇവിടെ. അച്ഛൻ ചെറുതാണെങ്കിലും സ്നേഹം വെച്ച് നോക്കുമ്പോ. പക്ഷെ നിന്റെ അളവനുസരിച്ച് അത് തീരെ ഇതായിപ്പോയി, മോശമായിപ്പോയി. എന്നാലും നീ അച്ഛനെ ഇങ്ങനെ വിലയിരുത്തിയിട്ടില്ല, അതല്ലേ വലിയൊരു ഇതായിപ്പോയി. ഞാൻ വിചാരിച്ചു i20 ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി നല്ല സാധനം കൊണ്ടുവരുന്നു. ആ ഇതെന്തോടെ ഇത് മറ്റേ ഡീസൽ ഒഴിക്കും പോലെ. എന്നിട്ട് വണ്ടിയില് താക്കോലും തന്നിട്ട് അച്ഛൻ ഓട്ടിച്ച് നോക്കുമ്പോഴത്തേക്ക് പെട്രോൾ ഇല്ല. ഞാൻ 20 10 പോലും ഇല്ല. പമ്പ് വരെ പോണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പമ്പിൽ ഞാൻ അവിടെ കൊണ്ടിട്ടിട്ട് ഞാൻ ഓടി വന്നില്ല. അച്ഛൻ പെട്രോൾ അടിക്കും. പിന്നെ നീ അങ്ങ് പാളി. എടാ എന്റെ പണ്ടത്തെ കാലമായിരുന്നു ഞാൻ പെട്രോളൊക്കെ അടിച്ചാ ഫുൾ ടാങ്ക് അടിച്ചു തന്നെ. ഇപ്പൊ നിങ്ങളൊക്കെ അല്ലേ താരങ്ങള്. ഇവിടെ ഡൈവ് കാണുന്നവർക്ക് അച്ഛനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ. എന്താ ചോദ്യം? ഒരു ചോദ്യം ചോദിക്കാനില്ല. ഇപ്പൊ വരും ഒരു ചോദ്യം വരട്ടെ. അതാരാ? എല്ലാരും വെഡിങ് ആനിവേഴ്സറി. ഓക്കെ എല്ലാവർക്കും താങ്ക്സ്. അതന്നെ അറിയിച്ച എല്ലാവർക്കും താങ്ക്സ്. എനിക്കില്ലേ അച്ഛാ താങ്ക് യു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ? നിനക്ക് താങ്ക് യു മാത്രമേ ഉള്ളൂ. എന്താ മേടിച്ചു കൊടുത്തു തന്നൂന്നൊക്കെ പറഞ്ഞു. അവിടെ ഞങ്ങള് 2 മൺകുടം വാങ്ങി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി കുടിച്ചായിരുന്നു. അവൻ കുടിച്ചില്ല. അവൻ വെള്ളം ഒഴിച്ച് ഇച്ചിരി ഒരു സാധനം കുടിച്ചു. അവൻ ഇവിടെ വന്ന് പറഞ്ഞെന്താന്നറിയോ, വണ്ടി ഓടിക്കാൻ അച്ഛൻ കള്ള കുടിച്ചോണ്ട് വണ്ടി ഓടിക്കാൻ ആളില്ലാത്തോണ്ട് അവൻ കുടിച്ചില്ല. അവനെ വണ്ടി ഓടിച്ച് അച്ഛൻ കിടന്നുപോയി. അച്ഛനെ കിടത്തി ഇവിടെ കൊണ്ട് ബെഡിലോട്ട്. അച്ഛനെ അങ്ങനെ ഇളക്കൊന്നും വേണ്ട. ഇവിടുന്ന് കാസർഗോഡ് വരെയാണെങ്കിൽ ഇനി ഒരു കുപ്പി അടിച്ചായിരുന്നാലും ഞാൻ വണ്ടി ഓടിക്കും. അച്ഛനാണ് അച്ഛൻ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചേ. കണ്ണാപ്പി അവനൊരു സൈഡിലിരുന്ന് ഡയലോഗും വിട്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാലോ. മോനെ എങ്ങനെ സഹിക്കുന്നു ആൾക്കാര്. മോന് സഹിക്കാനൊന്നുമില്ല, ഒത്തിരി സഹിക്കുന്നുണ്ട്. അത് വേറെ, അത് ജീവിതത്തിലേ ഉള്ളു. അല്ലാതെ മറ്റു കാര്യങ്ങളിലൊന്നും അവന് അത്ര അങ്ങനെ സഹിക്കുന്നില്ല. ഉദ്രവൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. അതൊക്കെ അച്ഛൻ ഗൾഫിൽ നിന്ന് കാലഘട്ടം. ഞാൻ വീട്ടിലെ ടെററായിരുന്നു. വീട്ടിലെ ഗാർഡിയൻ ആയിരുന്നു. ആര്? ഇവനോ? ഗേറ്റ് പോലും തുറക്കത്തില്ല, പിന്നെ ഒരു ഗാർഡിയൻ ആവണം എങ്ങനെ? അത് രാത്രിയൊക്കെ ഗേറ്റ് അടക്കാൻ ചെറിയ പേടിയായിരുന്നു. എടാ രാത്രി ഇവിടെ ലൈറ്റ് അടഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടനെ വിളിച്ചിട്ടാ മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ പോകുന്നത്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അച്ഛാ വാസുണ്ണൻ അവനൊരു 5000 രൂപ കൊടുത്തായിരുന്ന അമ്മയ്ക്ക് വെച്ചിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആര്? വാസുണ്ണന്റെ പേര്. വാസുവിനെ കണ്ടില്ലല്ലോ. വാസു ഇവിടെ ഉണ്ടോ?
അല്ല വാസുണ്ണൻ തന്ന് 5000 രൂപ അവന്റെ കൊടുത്ത് അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും മേടിച്ചു ആര് പറഞ്ഞ് ഇവിടെ ഒരനക്കവും ഇല്ല. അത് അച്ഛാ 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 രാവിലെ 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 എന്താ തുണിക്കട കൊണ്ടുപോയത് ആരാച്ചാ? തുണിക്കട കൊണ്ടുപോയത് അതൊക്കെ ശരിയാ. അല്ല അവര് ഇഷ്ടമുള്ള സാധനം എടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ പെരുവിളകൾ തൊട്ട് നെറ്റിയുടെ പൊട്ട് വരെയുള്ള എന്തും വാങ്ങാം. പക്ഷെ അതൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്കൊരു ഇതുണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. അവൻ ലൈവിൽ പറഞ്ഞ എന്താന്നറിയോ, അച്ഛന് 5000 രൂപയുടെ ഷർട്ട് മേടിച്ചു തന്നു. അച്ഛൻ എനിക്കൊരു ഷർട്ട് അവൻ എടുത്തു തന്നു, 3550 രൂപ ഷർട്ട് എടുത്തു തന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കണ്ണാപ്പി ടാറ്റു അടിച്ചതിനെ പറ്റി, മുടി കളർ ചെയ്തതിനെ പറ്റി എന്താ? രണ്ടും റോങ് ആണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ രണ്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞങ്ങളോട് പറഞ്ഞിട്ട് അവൻ കേൾക്കാതെ ചെയ്തതാണ്. ഞങ്ങൾക്കൊരു ഒരു ഇതുണ്ട്, എന്താ പറയുക, അതൃപ്തിയുണ്ട്. അവൻ അങ്ങനെ കാണിച്ചില്ല. പിന്നെ പിള്ളേരല്ലേ, നമുക്കിപ്പോ ഇനി വളരുന്ന പിള്ളേര് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. നല്ലതെന്ന് പറയാൻ പറ്റിയൊരു കാര്യം നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അവൻ കുറച്ച് ഉഴപ്പനായിരുന്നു, ഞങ്ങളെ ശ്രദ്ധിക്കത്തില്ല എന്നുള്ളൊരു ഇത് ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഒരു വർഷമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ കാര്യം നീ മിണ്ടിപ്പോരുത്, നീ ചുപ്പരകോ, നീ മിണ്ടരുത്. അവന് ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളിലൂടെ അവൻ ഇനിയും മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവന്റെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം വന്നില്ല. അല്ലല്ല അച്ഛനെ പോഡ്കാസ്റ്റ് വിളിച്ചിട്ട് പോകാറുണ്ട്. വരാത്ത ഇവൻ പറഞ്ഞ എല്ലാരും ഇനി എന്തെങ്കിലും പറയുമെന്നുള്ള അവനൊരു പേടി. എനിക്ക് പ്രശ്നമല്ല, അവനിന്ന് അവന്റെ ബ്രോഡ്കാസ്റ്റിൽ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛനൊക്കെ മനസമാധാനത്തോടെ ചോദിച്ചല്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കേൾക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തുമ്മാറുമുണ്ട്. പിന്നെ കണ്ണാപ്പി ഗെയിമിംഗ് കരിയർ ചൂസ് ചെയ്തതിനെ പറ്റി എന്താണത്? അവന്റെ ഇഷ്ടം. കാരണം അവൻ ഒരു സമയത്ത് അവൻ മൊബൈൽ കളിച്ചപ്പോഴത്തേക്ക് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങി കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് അവന്റെ ഇഷ്ടം. അവൻ അതിന്റെ കൂടെ പഠിത്തവും കൂടെ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിന്നെ പോലെ അല്ല, നിന്റെ കാര്യം പറയാൻ പറ്റില്ല. നീ അവനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ ട്രാപ്പിലോട്ട് കൊണ്ട് ഒരു കുഴിയിലോട്ട് പോകണമെങ്കിൽ ഒരുത്ത പോകണേ മറ്റവനെ ആണ്. എന്തെന്നറിയാം, അയ്യോ ഞാൻ താണ്ട പിന്നെ ഇത് പഠിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് പാച്ച ഒരു 500 രൂപ ഇങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് എന്തിനാടാ ബുക്ക് ബുക്ക് വാങ്ങിക്കൊണ്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഫ്രണ്ട് പേജ് മാത്രം ഒരു 4 വരി എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ 6 മാസത്തെ കോഴ്സാ 18,000 രൂപ ഒരു കോഴ്സിന് വേണ്ടിട്ട് അടച്ചു. അത് ഗോവിന്ദ. പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാം തുടക്കം മാത്രമേ ഉള്ളൂ. ഇവരൊന്നും അതൊന്നും കണ്ടിന്യൂ ചെയ്ത് പോകാനൊന്നും ഇവർക്ക് ആഗ്രഹമില്ല. ആരെന്ത് പറയുന്നോ അതാണ്. നിനക്ക് ജന്മന കഴിവില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഈഗിളാണ്. ഇവൻ എന്നോട് പറഞ്ഞ എന്താന്നറിയോ അച്ഛാ, അച്ഛന് പോഡ്കാസ്റ്റ് വരെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, എന്താ അത് അച്ഛന് താല്പര്യം ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയല്ല, അവന് എന്തെങ്കിലും ആൾക്കാരൊക്കെ പറയുമ്പോഴത്തേക്ക് അച്ഛൻ കൂടുതൽ തുമ്മും, അതുകൊണ്ടാണെന്നാ പറഞ്ഞ. ഈ കള്ളൻ എന്റെ അടുത്ത് പറഞ്ഞ അച്ഛന് താല്പര്യം ഇല്ല അതുകൊണ്ടാണെന്ന്. ഇവൻ കള്ളനാണ്. അല്ല, അവന് ഇങ്ങനെ പാരന്റ്സിനെ ഇങ്ങനെ ഇതിനകത്തോട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് എത്ര വലിയ താല്പര്യമില്ലാത്ത ആ ഒരു ഇതാണ് അവൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വാസുവിന്റെ പരിപാടിയല്ലേ, നമുക്കത് അറ്റൻഡ് ചെയ്യാൻ കുഴപ്പമില്ലാന്ന് പറഞ്ഞ്. അപ്പൊ നമ്മളെ അച്ഛൻ ചിലപ്പം പലരും പല രീതിയിലൊക്കെ കമന്റ് ഇടും. അച്ഛനത് ചിലപ്പം അത്
ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ വായിക്കുന്നില്ലല്ലോ, നീല് വായിക്കുന്നത്. കളഞ്ഞല്ലേടാ നീ പോഡ്കാസ്റ്റ് കേറി 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 നമ്മുടെ podcast അത്രയ്ക്ക് ശോകമാണെന്നാണ് നീ പറയുന്നത്. അയ്യോ അതുകൊണ്ടല്ല അച്ഛനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് ടൈം അല്ല അച്ഛൻ ഇങ്ങനെ ഇരുന്ന് അല്ലേ സംസാരിക്കുന്നത്. സംഭവം അതല്ല അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇവര് അച്ഛനെ അതെ 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 അല്ലെ, വെറുതെ കാരണം വെറുതെ ഇരിക്കും. അച്ഛൻ ഇവര് വന്നിട്ട് മറ്റേ ഇവനെ ആരെല്ലാം ചൊറിയുന്നുണ്ടെന്നോ ആരെല്ലാം എന്തെങ്കിലും പറയുന്നുണ്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കേൾക്കാൻ പോവില്ല. ഇവിടെ പിന്നെ അമ്മ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഉണ്ണിക്കുട്ടൻ കാണുന്നുണ്ട്. ഞാൻ നോക്കാനേ പോവില്ല. അച്ഛൻ നോക്കത്തില്ല അത് ശരി. അച്ഛൻ കാണണ്ട അച്ഛൻ. ഇവ ഭയങ്കര അഴുക്ക അച്ഛാ. ആ അതിന്റെ ഒന്നാമത്തെ കാരണം നിന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് ഇവിടുത്തെ അമ്മയാ. നീയാണ് അവനെ വഴി തെറ്റിച്ചെന്നാ പറയുന്നത്. അത് സത്യമാണ് അച്ഛൻ, സത്യമാണ്. ഏറ്റവും വലിയ ബ്രോക്കർ നീ എന്നാ പറയുന്നത് അമ്മ. അയ്യോ സത്യം സത്യം സത്യം. എല്ലാ തോന്നാസത്തിനും കൂട്ടുവനാണ്. അതാണ് എല്ലാ പ്രശ്നം ആയിട്ടേ പറയത്തുള്ളൂ. അതെ 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 അതെ. അവസാനം എന്തോ ഇവിടെ വന്ന് ആഘോഷിക്കാൻ വരും, ഇവനിവിടെ ട്രിപ്പിട്ട് കിടത്തുന്നത് ഞങ്ങളാ. ഇവൻ എന്ന് ഇവിടെ ഒരു ആഘോഷത്തിന് വന്നോ അന്ന് ഇവൻ തലവേദനയായിട്ട് കിടക്കും. ട്രിപ്പ് ഞാൻ വിളിച്ചു പറയും, എടേ ഇവിടെ ഒരുത്തിന് തലവേദനയാന്ന് പറഞ്ഞ ആള് ട്രിപ്പും കൊണ്ടുവരും. ഫുഡ് കഴിക്കാത്ത അല്ലല്ല ഞാൻ കഴിച്ചോളാം, നീ നീ കേള്. ഇവിടെ വന്ന് നീ ട്രിപ്പിട്ട് കിടന്ന് എത്ര ദിവസം ഉണ്ടാ? 4 പ്രാവശ്യമെങ്കിലും. അത് അവിടെ നല്ലേ, എവിടെ പരിപാടിക്ക് പോയാലും അവിടത്തെ ഒരു രാത്രിയിലത്തെ സെലിബ്രേഷൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം ട്രിപ്പില്ലാതെ ശേഷിയില്ലാത്ത ഇവനെ. അല്ല ഇവന് നിങ്ങളുടെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോണ്ടേ. ഇവിടെ ഇങ്ങനെ ഒരു ആള് ഉള്ളതുകൊണ്ട് മാത്രം നേരെ അതല്ല, ആശുപത്രി പോയാൽ 10,000-2,000 രൂപ ചെലവുണ്ടല്ലോ. അതെ അതേടാ. അച്ഛൻ ഇവന്റെ തനിക്കോണം അറിയാത്തോണ്ട് ഡോക്ടറിനോട് റമ്മ് ട്രിപ്പിൽ ഇട്ട് തരുമോന്ന് ചോദിച്ചിട്ടുള്ള. അച്ഛന് തോന്നുന്നു അച്ഛാ, ഇവന് ആദ്യം എന്താ നമ്മളെ ഏതാ ഇത് കൊണ്ടുവന്ന വണ്ടി താറും കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ വണ്ടി കയറി ഇരുന്നപ്പോഴത്തേക്ക് എന്നോട് കയറിയിരിക്കാന്നൊക്കെ പറഞ്ഞ് ആദ്യം അതിനകത്ത് അടിച്ച മണം എന്തെന്നറിയോ? വിൽസ് സിഗരറ്റുണ്ട്. ഞാൻ ചോദിച്ചു ഞാൻ വിചാരിച്ച് നീ സിഗരറ്റ് വലിക്കൂടാതെ. ഞാൻ ഇവനോട് ചോദിച്ചു, ഇല്ല എന്റെ ഒരു അങ്കിളാ വലിക്കുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് ലൈറ്റർ കിടപ്പുണ്ട് സിഗരറ്റിന്റെ പാക്കറ്റ് കിടപ്പുണ്ട്. ഞാൻ പൊട്ടണമെന്നല്ലോ. അപ്പൊ അന്ന് ഇവനെ മനസ്സിലാക്കി ഞാൻ ഇവന്മാരെല്ലാം ആള് തരികിടയാണെന്നുള്ള കാര്യം. അത് മീറ്റപ്പ് കഴിഞ്ഞപ്പോ എന്റെ വണ്ടിയിൽ മൊത്തം മദ്യമാണോ? പിന്നെ ഇവന്മാര് ഏതെല്ലാം ബിവറേജ് കയറിയിട്ടുണ്ട് അതിന്റെ ബില്ല് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചതാ. നീ പോടാ, നിന്റെ 4 ബില്ല് എന്റെ ഉണ്ട്, ഞാൻ കാണിച്ചു തരണോ? ഇപ്പൊ ഞാൻ ലൈവിൽ ഇട്ടുതരും. അച്ഛൻ ഇപ്പൊ വിശ്വസിക്കേണ്ട നമ്മള് വെള്ളം അടിക്കുന്നു. കൊള്ളാം. നീ മിണ്ടരുത്. അച്ഛാ നമ്മള് ഇതുവരെ മദ്യം ഇല്ല തൊട്ടിട്ടില്ല. ഇവനുള്ളത് അവൻ പിടിച്ചു കൊടുക്കുക, അവനുള്ള ഇവൻ പിടിച്ചു കൊടുക്കുക. അങ്ങനെ കൈകൊണ്ട് കൊടുത്തില്ല, രണ്ടുപേരും കൈകൊണ്ട് കൊടുത്തില്ല. ഇതേ ഇവന്മാര് ശീലം പറയുന്ന കേട്ടോ. അയ്യോ ഇവിടെ ഒരാൾ വരും, അത് സക്കീർ. അവൻ കമഴ്ന്ന് കിടക്കും. അവന് ഒരു പ്രാവശ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാ? ഇവന്മാരെല്ലാം കൂടെ അയ്യോ അച്ഛൻ ഞങ്ങൾക്ക് ഷാപ്പിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് പോയി. ഞാൻ പറഞ്ഞു, എടാ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി കള്ള് വാങ്ങിച്ചിട്ട് വന്നു പറഞ്ഞു. ഇവിടെ ഒരുത്തൻ വന്നപ്പോഴത്തേക്ക് 3 കുപ്പി കൊണ്ടുവന്ന്. രാവിലെ നോക്കുമ്പോൾ ഭയങ്കര മണം ഇതിനകത്ത്. ഇത് ഇവന്മാർ ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച് ഇവിടെ അത്രയും പൊട്ടിത്തെറിച്ച് സക്കീർ ഇവിടെ കംപ്ലീറ്റ് ഞാൻ പിന്നെ കഴുകി വൃത്തിയാക്കേണ്ടി വന്നു. അങ്ങനത്തെ സാധനം. സക്കീർ എന്നിട്ട് സക്കീർ ഒന്നും അറിയാത്തല്ലേ കമിഴ്ന്ന് കിടന്നു. ഞാനല്ലേ രാമനാരായണെന്ന് പറഞ്ഞിട്ട്. ഇതാ ഇവന്മാരെ അതിന്റെ മണം വരാണ്ടിരിക്കാൻ അതിന്റെ പുറത്തോട്ട് ഉടുപ്പല്ല ഇവിടെ ഇരുന്ന സ്പ്രേ മൊത്തം എടുത്ത് അടിച്ച് എയർ ഫ്രഷർ അടിച്ചു, സ്പ്രേ അടിച്ചു. ഞാൻ നോക്കുമ്പോഴത്തേക്ക് വാതിൽ തുറക്കുമ്പോഴത്തേക്ക് ഭയങ്കര മണം. ഞാൻ കിட்ட എന്തുവാടാ? അത് അച്ഛ അബദ്ധത്തില് കുപ്പി പിന്നെ ഇവന് ടൈറ്റ് ചെയ്ത് അടച്ചു, അത് പൊട്ടിത്തെറിച്ചാന്ന് പറഞ്ഞു. ദൈവമേ, ഇത് അത്ര ഇതിനകത്ത് അത്ര ഇവന്റെ കബോർഡ് മൊത്തമായി. അച്ഛന് കള്ളപ്പം കൊണ്ട് ഉണ്ടാക്കാൻ അച്ഛൻ കള്ളപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടാണ്. നീ പോയി പണി നോക്കണ. ഇതെല്ലാരും കേൾക്കുന്നുണ്ടെന്ന് തോന്നണല്ലേ? 2003 ആണോ?
എല്ലാവർക്കും ഇപ്പൊ കിട്ടുമല്ലോ ഇപ്പൊ. നമ്മളെ ചാറ്റിലുള്ളവര് പറയാം നമ്മളങ്ങനെ പരിപാടിയൊന്നും ഇല്ല. ഇല്ല അത് സത്യമാണ്. നിങ്ങളെല്ലാം സത്യസന്ധന്മാരാണ്. വല്ലപ്പോഴും നിർബന്ധിച്ച് വാസണ്ണ ചുണ്ടി വെച്ചെന്ന അത്രേ ഉള്ളൂ. അല്ല വാസു യുവമാരെ ഒന്നും വീട്ടിൽ കയറ്റല്ലേ, പുതിയ ടീഷർട്ട് വരെ അടിച്ചോണ്ട് വെക്കളായി. ആണ് എന്തെന്നറിയാ, അല്ല ഇവിടുന്ന് ചിലപ്പോ കൂതറയിട്ടോണ്ട് വരും, എന്നിട്ട് പറയാം അണ്ണാ ഒരു ഡ്രസ്സ് താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കരുത്. ഇല്ലില്ല, കഴിഞ്ഞ വട്ടം വന്ന് എന്റെ ഒരെണ്ണം അടിച്ചോണ്ട് പോയി. അതിപ്പോ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുക. വാസണ്ണാണ് നിർബന്ധിക്കുന്നത്. അല്ലേടാ നമ്മളെ അല്ല അണ്ണ നമ്മളെ കിടത്തിട്ട് വായിൽ ഒഴിച്ചു വരുവാ. അച്ഛനറിയാം ആരാണെന്ന്. അതെ എടാ നിങ്ങളൊക്കെ ഇമ്മരെ എല്ലാത്തിനും അറിയാലോ. നിങ്ങൾ ഗോവയിൽ എന്ന് പോയ അന്ന് നിങ്ങളെല്ലാം പഴിച്ചെന്നുള്ള കാര്യം ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യം. ഞാൻ ആകെ സരക്കിനെയും പിന്നെ വാസുവിനെയും മാത്രം കണ്ടോണ്ടാണ് ഇവനെ വിട്ടത്. ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ വന്നപ്പോഴത്തേക്ക് ഞാനവനെ നോക്കൂല. നീ നോക്കത്തില്ല, നിന്നെ നോക്കലൊക്കെ എനിക്കറിയാടാ. സ്വന്തത്തിൽ അവരെ നോക്കാൻ 3 രൂപയാണ്. എടാ നിന്നെ പിത്തൽ ചീര നിനക്ക് പറ്റിയ ആളാ. ഇടയ്ക്ക് താടിയൊക്കെ വെച്ചൊന്നില്ല ഒരാൾ. അല്ല കണ്ണനൊന്നും കാണാനില്ല, കണ്ണനൊന്നും ഇങ്ങോട്ടൊന്നും ഇല്ലേ, ഇല്ലൊന്നും ഇല്ലേ? ആരാണ് കണ്ണൻചേട്ടൻ ഇപ്പൊ മറ്റേ ഒരു ടീഷർട്ടിന്റെയും ചേട്ടൻ കെട്ടിയ കൊച്ചിന് നേരത്തെ ഈ ക്ലോത്തിങ്ങിന്റെ ഒക്കെ ഇതായിരുന്നു. അപ്പൊ പുള്ളിക്കാരി കല്യാണം കുഞ്ഞൊക്കെ ആയപ്പോ അത് നിർത്തി വെച്ചേക്കുമായിരുന്നു. ഇപ്പൊ അവര് വീണ്ടും അത് തുടങ്ങി. ജോലിയുള്ളതല്ലേ കണ്ണന്? ജോലിയുള്ളതല്ലേ? അതൊക്കെ കളഞ്ഞോ? ഗവൺമെന്റ് ജോലിയായിരുന്നു അത്. അതെ നമ്മള് വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അന്ന് പറഞ്ഞത് വൈഫായിട്ട് വന്നതല്ലേ? അതെ ഓക്കെ. ഞങ്ങൾ ഇതുകൊണ്ട് ജോലിക്കൊക്കെ പോകാത്തത്. ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ പോയി. അച്ഛന് പറഞ്ഞില്ലേ നമ്മള് ജോലിക്ക് പോകണ്ട, നമ്മളിതൊക്കെ ചെയ്ത് അച്ഛനും ഇങ്ങനെ ഞാൻ നാട്ടിൽ ഇരിക്കുന്ന ഇഷ്ടം, പുറത്തോട്ടൊന്നും വിടുന്ന ഇഷ്ടമല്ല. ഇല്ല കാനഡയ്ക്ക് അച്ഛൻ തിരിച്ചു പോവാന്നൊക്കെ കേട്ടു. തിരിച്ചു പോവാന്ന് കേട്ടു. ഞാൻ റൂമിൽ നിന്ന് തിരിച്ചു പോകത്തേ ഉള്ളു. മക്കളെ ഇതിന്റെയൊക്കെ വലിയ ഉസ്താദുക്കന്മാരുടെ ഞാൻ ഇങ്ങോട്ട് കേറി വന്നതാ. ഇവൻ പറയണത് അച്ഛന് പുറത്തോട്ടൊരു വിസ നോക്കിക്കൊണ്ടിരിക്കോ, റെഡിയായ ഉടനെ അച്ഛനെ കയറ്റി വിടുമെന്നാ. എന്റെ ഇവന്മാരൊന്നും വിസ വേണ്ട വാസു. എനിക്ക് ഓൺ ദ സ്പോട്ടില് ഞാൻ എന്റെ കമ്പനിയിൽ ഇപ്പൊ വിളിച്ചു പറഞ്ഞു നാളെ വിസയാ. ഇല്ല ആ കൊതിയെല്ലാം വിട്ടു. എനിക്ക് 32 വർഷം വെളി കിടന്ന് കഷ്ടപ്പെട്ടല്ലേ. 32 വർഷം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടതാ. അതുകൊണ്ട് അവന് 24 മണിക്കൂർ AC ഇട്ട് അവന് ഇരിക്കാൻ പറ്റി. അല്ല അച്ഛൻ ജോലി നിർത്തി ഇവിടെ വന്നപ്പോ കണ്ണാപ്പി പറഞ്ഞു അച്ഛൻ ഇനി തിരിച്ചു പോകണ്ട, ഞാനിഞ്ഞ് നോക്കിക്കോളാന്ന് പറഞ്ഞായിരുന്നു. ഇല്ല ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, പക്ഷെ അതിന് മാറ്റം ഉണ്ടായി. പറഞ്ഞായിരുന്നു അല്ല പറഞ്ഞിരുന്നു, പക്ഷെ അതിന്റെ ഒരു മാറ്റം ഇടയ്ക്കുണ്ടായി. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു മാറ്റം, കുറച്ചും കൂടെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ പറയണെങ്കിൽ ഇവന്റെ യൂട്യൂബ് സാലറി വരുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ ഒരു 50% അതിൽ നിന്ന് മേടിച്ച് വെക്കണം, പിന്നെ മേടിക്കണം. ഇല്ല അത് കിട്ടത്തില്ല. എന്തെന്നറിയാ, അവൻ തന്നെ ഏറ്റവും വലിയ കള്ളനവൻ. നമ്മളോട് പറയത്തില്ല ഇത്ര ഉണ്ടെന്നുള്ള പറയത്തില്ല. അച്ഛന്ന് പറഞ്ഞേ, എന്നിട്ട് എന്തുവാ അച്ഛനൊരു മോർഫസ് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ സംഗതി തീർന്നല്ലോ. അപ്പൊ അവൻ ശരി എന്നാ നിന്റെ ഇഷ്ടം, എന്താണ്ട് അച്ഛന് ഞാൻ ഇത്ര അയച്ചിട്ടുണ്ട്, ഓക്കെ സന്തോഷടാ, ബാക്കി കാര്യങ്ങൾ പുറകെ കിടക്കുക, അത് അവന് തന്നെ അറിയാതെ. അത്രേ ഉള്ളു, സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെ എല്ലാരും കീഴടക്കാൻ പറ്റത്തുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ തന്നെ മക്കളെ. എല്ലാരും ഒക്കെ കഷ്ടപ്പെട്ടും ആൾക്കാരുമായിട്ട് സഹകരിച്ചു പോകുന്നതും എത്രത്തോളം ആൾക്കാരുമായിട്ട് നല്ല രീതിയിൽ എൻ്റെ ഇന്ന് ഞാൻ 30 വർഷത്തെ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ 30 വർഷം മുമ്പുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അവരുമായിട്ട് ഞാൻ ഇപ്പോഴും നല്ല ടൈംസിലാണ്.
എന്നെ കോൾ ചെയ്യാറുണ്ട്, എന്നെ അവരൊരു എന്തൊരു ഫംഗ്ഷൻ വന്നാൽ പോലും വിളിക്കാറുണ്ട്. ഞാൻ അങ്ങനെ കീപ്പ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ ഒരിക്കലും അങ്ങനെ ഇത് ചെയ്ത് കളയത്തില്ല, അവോയ്ഡ് ചെയ്ത് കളയത്തില്ല. ഞാനത് തന്നെ ഞങ്ങളുടെ പോയുടെ കൂട്ടാക്കണേ, ഞങ്ങളുടെ കൂട്ടുണ്ട് ഇവിടെ എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് അല്ലേ. അതെ നമ്മളും കീപ്പ് ചെയ്യും. ആ അത് മതി. ഏതാ കീപ്പാന്ന് പറഞ്ഞുള്ള കാര്യം പറയണേ. കുറച്ചേരം വാടച്ചു വെക്കണം, അല്ലെങ്കിൽ ഇല്ലത് ശരിയാണ്, ഞാൻ മിണ്ടാണ്ടിരിക്കും. ആണ് അവന് ഏതാ ഒരു വെള്ള ഒരു സാധനം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക, അതായിരിക്കും. അല്ലെ സ്പിരിറ്റില് മോഹൻലാൽ കഴിക്കത്തില്ലേ മറ്റേ എന്താ പറയാ ഐസ് ക്യൂബ് ഇട്ടിട്ട് നാരങ്ങോളൊന്നും പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ അവൻ ഇതിന്റെ ലൈവിലിരുന്ന് വന്നിട്ട് 2.5 അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇടക്കിടക്ക് ലേസ് വെക്കുന്നുണ്ട്. അത് ഞാനല്ല ചെയ്ത്, എന്താണ് എല്ലാത്തിനും എന്നെ ഇങ്ങനെ പറയുന്നത്. അളിയ എനിക്ക് സമാധാനം തരുന്നില്ല അളിയ. വിളിച്ചു പറയല്ലേ. അങ്ങനെയല്ല ചാറ്റിൽ അങ്ങനെ. ഹലോ അങ്കിൾ. ആ ഹായ്. ഇത് മറ്റേ നമ്മുടെ ഇവയുടെ അച്ഛൻ, ഇവയുടെ അല്ല ഇതിന്റെ ഡ്രൈവറെ നീ വലിയ ഇതൊന്നും പറയണ്ട. ഇടക്കിടക്ക് നീ കണ്ണാപ്പിയുടെ അച്ഛനെ വിളിക്കാറില്ലേ? ഇത്രയും പാവ പിടിച്ച മനുഷ്യനെയാണ് നീ. തീരെ വിളിക്കാറുള്ള അച്ഛൻ, തീരെ വിളിക്കാറുള്ള ഡ്രൈവർ ശ്യാം സിംഗ് തീരെ വിളിക്കാറുള്ള. സ്ക്രീൻ ഇറങ്ങിയാണ്, ഡിസ്കോഡിൽ ഇറങ്ങി ഓടി അച്ഛാ. അത് ശരി. എവിടെ അച്ഛൻ? അച്ഛനെ കാണുന്നില്ലെന്ന്. ഞാനുണ്ടല്ലോ, ഞാനിവിടെ തന്നെ ഉണ്ട്. അല്ല അത് നിന്റെ അച്ഛനല്ലെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം അച്ഛാ, എനിക്ക് ലൈവ് ഇടണം. ആയിക്കോട്ടെ. എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു. ഞാനും ഇറങ്ങിയാണ്. ഞാൻ ഒരെണ്ണം ഒഴിച്ചു വെച്ചിട്ട് പകുതിയായിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, എല്ലാവരും പരിചയപ്പെട്ടതിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞതിലും സന്തോഷം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം കണ്ണാപ്പി. ഓക്കെ ചന്ദ്രനെ പിടിച്ചേട്ടോ. പുള്ളി ഇരിക്കുമ്പോ പറയണ്ടെന്ന് വിചാരിച്ചാ ഞാൻ. ഗൈസ്, ഞാൻ ചാറ്റിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ ഇത്രയും നല്ലൊരു അപ്പനെ ഇവനെ കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞതെന്ന്. തന്തയുടെ പേര് എന്നെ പോലെ ഒരു തങ്കപ്പെട്ട ഒരു പയ്യനായിരുന്നു അച്ഛനും ഉണ്ട്. ജനിക്കേണ്ടവനല്ലടാ, നീ ജനിക്കേണ്ടല്ലടാ പോയി. നിനക്കാണ് എന്നെക്കാട്ടി കൂടുതൽ കിട്ടിയത് പോയി, അത് മനസ്സിലാക്കിയോ? സത്യം പോയി വലിയ കളിക്കാൻ കേട്ടോ. വന്നപ്പോ തൊട്ട് വലിയ കളിക്കാൻ കേട്ടോ പോയി. അല്ലാണ്ട് അത് അവിടെ ചെല്ലുമ്പോ എനിക്ക് കിട്ടാറുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇതൊരു പുതുമയല്ല. അല്ലല്ല, പക്ഷെ കാണുന്നവർക്ക് നല്ല രസം ഉണ്ടായിരുന്നു. അല്ല ഇവിടെ വരുമ്പോ ഇവര് കിട്ടുന്ന സക്കീർ ആസ്ഥാന കുടിയനായി പോയി നടക്കുന്ന പറഞ്ഞ്. ഓ അങ്ങനെ സക്കീർ റൂബി കേട്ടോ, സക്കീർ റൂബി കേട്ടാ, അതിനും കൂടി ഉത്തരം പറഞ്ഞു. ബോബോയ് നിന്നെ ആയിരിക്കും വിളിക്കുന്നേട്ടാ. അല്ല ഞാൻ ഉറങ്ങും. ഞാൻ നാളെ തൊട്ട് സ്വിച്ച് ഓഫാ.